ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് കുറേ നാളായതാണ് കേട്ടോ. എഡിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ടാണ് ഇടാതിരുന്നത്. നമ്മുടെ ഈ യാത്ര എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കട്ടപ്പനയിലേക്കാണ്. ഒരുപാട് നാളായിട്ട് കട്ടപ്പനയ്ക്ക് യാത്ര ചെയ്തിട്ട് നമുക്കിന്ന് അവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഇൻഫാമിലി ആയിട്ട് കേട്ടോ. അപ്പോൾ അതിന് പോവാണ്. ഇതെൻ്റെ സ്വന്തം കൂട്ടുകാരിയാണ്, സ്റ്റെബി ചേച്ചി. അപ്പം ഞങ്ങൾ കരുതിയിരുന്നത് ടൂറിസ്റ്റ് ബസ്സാണെന്നാണ്. പക്ഷേ വന്നതോ നമ്മുടെ KSRTC ആണ് കേട്ടോ. ആദ്യമൊക്കെ അല്പം സങ്കടമൊക്കെ ഉണ്ടായിരുന്നു, പിന്നീട് അത് മാറി കേട്ടോ. ഈ ബാക്കി വരുന്ന ബസ് കണ്ടോ, ഇവന്മാർ കുറേ നേരമായിട്ട് നമ്മളെ ഓവർടേക്ക് ചെയ്ത് കയറാൻ നോക്കുകയാണ് കേട്ടോ. പക്ഷേ കട്ടപ്പനയിലേക്കുള്ള റൂട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ. ഒരുപാട് വളവുകളും പിന്നെ കൊക്കകളും നിറഞ്ഞതാണല്ലേ. വളരെ ശ്രദ്ധിച്ച് വേണം ഈ റൂട്ടൊക്കെ നമ്മൾ പോകാൻ. ഇത് തമിഴ്നാട് വണ്ടിയാണ് പുറകെ വരുന്നത്. ശബരിമലയിൽ പോയിട്ട് വരുന്ന വരവാണ് കേട്ടോ. വളവ് എത്താറാവുമ്പോൾ അവന്മാർ ഓവർടേക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. ബസ്സിലിരിക്കുന്ന ആൾക്കാർ മുഴുവൻ അവരെ ചീത്ത പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ അവൻ അതൊന്നും മൈൻഡ് ആക്കുന്നില്ല. അവൻ അടുത്ത് വരുമ്പോൾ അവനോട് പറയുന്നുണ്ടടാ വളവാന്നെല്ലാം പറഞ്ഞിട്ട് പോലും അവനതൊന്നും മൈൻഡ് ആക്കാതെ അവൻ ഓവർടേക്ക് ചെയ്ത് കയറാൻ നോക്കുകയാണ് കേട്ടോ. നമുക്ക് എനർജി ആകും. അതിന്റെ പേര് അപ്പൊ അത് വെള്ളം വേണ്ടവർക്ക് വെള്ളം കിട്ടും. അത് കഴിഞ്ഞൊരു റാലി ചിലപ്പോ ഒരു കുട കിട്ടാനും പോകും. വെയിലായതിന്റെ പേര് ഉറപ്പൊന്നുമില്ല. കുട ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ആ കുടയല്ല, ഇൻഫാമിന്റെ കുട മിക്കവാറും കിട്ടാൻ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു പാക്കറ്റിനകത്തായിരിക്കും ഫുഡ്. കഴിഞ്ഞ പ്രാവശ്യം തന്നെയായിരുന്നു പപ്സ്, ഏലക്കാ പോലി. അപ്പൊ അത്യാവശ്യം നിന്നെപ്പോലുള്ളവർക്ക് വയറ് നിറയാനുള്ള കിട്ടും. ഞങ്ങളെപ്പോലുള്ളവർക്ക് ചിലപ്പം രണ്ടെണ്ണം വേണം. ചിലപ്പോൾ നിങ്ങൾക്ക് മീതി വരികയാണ് ഞങ്ങൾക്ക് തന്നാലും ഞങ്ങളത് എത്രയാണ് മണ്ഡലം എടുക്കാം. ഇതൊക്കെ കഴിയുക. ഉദ്ഘാടനം കഴിഞ്ഞു. നമ്മള് അതിന്റെ പ്രഥമ ഉദ്ഘാടനം കഴിഞ്ഞു. ഒരുപാട് ജനഗണമന നമ്മള് പോരുന്നു. അത്രേ ഉള്ളൂ. പോരെ പാപ്പന് തൃപ്തി ആയില്ലേ? അത് കുലുക്കിയിട്ടേ കുടിക്കാവുള്ള. അതിന്റെ ഹണി ഫുള്ള് അടിയിലായിരിക്കും. അപ്പൊ നമ്മളെ കുപ്പി കിട്ടുമ്പോ നന്നായിട്ട് കുലുക്കണം, എന്നിട്ടേ കുടിക്കാവുള്ളൂ. അതൊന്ന് എനർജി ആക്കുക, ഊർജം തരും. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മളൊരു ചെറിയ ഹോട്ടൽ കണ്ടു. ആ ഹോട്ടലിൻ്റെ അവിടെ വണ്ടി നിർത്തി. അപ്പോൾ ഇതാ ഈ നിൽക്കുന്ന ആൾക്കാരെല്ലാം നമ്മുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കാനുള്ള ആൾക്കാരാണ് കേട്ടോ. പിന്നെ ഈ ഇറങ്ങുന്ന ആൾക്കാരെല്ലാം എൻ്റെ സ്വന്തം നാട്ടുകാരാണ് കേട്ടോ. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എൻ്റെ നാട്ടുകാർ. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ചേച്ചി എനിക്ക് ഫുഡ് തന്നു വിട്ടായിരുന്നു, പൊതിച്ചോറ് തന്നു വിട്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഓർത്തുന്ന ഹോട്ടലിൽ പോയിരുന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ കഴിക്കാനായിട്ട് കയറി. അങ്ങനെ അവിടുന്ന് കഴിച്ച് ഞങ്ങളിതാ കട്ടപ്പന ഇട്ടു കേട്ടോ. ഒരുപാട് നാളായി കട്ടപ്പനയ്ക്കൊക്കെ ഇറങ്ങിയിട്ട്. നല്ല വെയിലായിരുന്നു കേട്ടോ. ചിലവ് കുറഞ്ഞ നൂതന സാങ്കേതിക വിദ്യകൾ കർഷകർക്ക് എത്തേണ്ട സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ റാലിക്കെല്ലാം ചെറിയൊരു റാലിയുണ്ട്. അതിനെല്ലാവരും റെഡിയായിട്ട് നിൽക്കുന്നു കേട്ടോ. പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരുപാട് ആൾക്കാർ ഈ റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. തമിഴ്നാട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ. എന്താ നമ്മുടെ ഈ പള്ളിയുടെ ഗ്രൗണ്ടിൽ നമ്മൾ പാർക്ക് ചെയ്യുവാണ്. വണ്ടി പാർക്ക് ചെയ്തു. അവിടുന്ന് നമ്മൾ നടന്നാണ് കേട്ടോ മുന്നോട്ട് പോകുന്നത്. നഗരവീഥികളെ പുളകം കൊള്ളിച്ചുകൊണ്ട് കടന്നു വരുന്നത് കാർഷിക മേഖല നിരവധിയാണ്.
തണലുമായി മാറിയ ഇൻഫാം എന്ന കർഷക സംഘടനയുടെ രജത ജൂബിലി സമാപനാഘോഷങ്ങൾക്ക് മാർ റെമീജിയോസ് ഇഞ്ചനാദി പിതാവിന്റെ റവറൻഡ് ഫാദർ തോമസ് മറ്റമുടൈ, റവറൻഡ് ഫാദർ ജോസഫ് കാവനാടിയിൽ, ശ്രീ മാത്യു മാമ്പറമ്പിൽ, ശ്രീ ജെയ്സൺ പ്ലായി, ശ്രീ നെൽവിൻ, ശ്രീ ജോൺ, ശ്രീ ജോയ്, കൃഷ്ണറാവു, ശ്രീ പി വെങ്കട സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് റവറൻഡ് ഫാദർ ജോസഫ് ചെറുകരക്കുന്നേൽ, കേരള സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ശ്രീ ജോസ് ഇടപ്പാട്, ഡോക്ടർ പി വി മാത്യു പ്രാത്തറ, ശ്രീ തോമസ് മാത്യു തുപ്പലങ്ങിയിൽ, കർഷകരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സധൈര്യം പോരാടി കർഷക ശബ്ദമായി മാറിയ ഏകദേശീയ സംഘടനയാണ് ഇൻഫാം. ശക്തമായ നിലപാടുകളുള്ള കർഷകർക്ക് എന്നും ഘടകമായി മാറിയ ഇൻഫാം എന്ന കർഷക സംഘടനയുടെ രജതജൂബിലി സമാപനം
അങ്ങനെ നമ്മുടെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോരുവാണ് കേട്ടോ. സന്ധ്യയായി. വീട്ടിൽ ഏകദേശം ഒരു 7:30-8 മണിയോടെ ഞങ്ങൾ എത്തിച്ചേർന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്